അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തും ഏതൊരു ആശയ ആദർശങ്ങളെ മേലിലാണോ ആ ആശയാദർശങ്ങളിൽ നിന്നുപോരുന്നവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അത് തന്നെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു. ആദ്യകാലത്ത് പറയേണ്ട നിർവചനമാണത്. കാലങ്ങൾ പിന്നിട്ട് വന്നപ്പോ നബിത്തങ്ങളും സ്വഹാബത്തും നിലകൊണ്ടുപോകുന്ന വിശ്വാസാചാരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയ രണ്ട് ഇമാമുകളുണ്ട്. അതാരാ? ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ അശ്അരി ഒന്ന്, രണ്ട് അബൂ മൻസൂരിൽ മാതുരിദി. ഈ രണ്ട് ഇമാമിങ്ങളാണ്. അതുകൊണ്ട് സുന്നികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാമഹ അൽ അശ്അരി വൽ മാതുരിദി വ അത്ബാഉഹുമ. അഹ്ലുസുന്നന്റെ രണ്ട് ഇമാമുകളും അവർ അത്ബായികളും, അവരാണ് യഥാർത്ഥ സുന്നികൾ. അപ്പൊ ആ സുന്നികളായവരാണ് ഈ കൂട്ടത്തിൽ നിന്ന് നല്ലവർ, ശരിയുള്ളവർ. അല്ലാത്തവർ ശരിയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? ആ തെറ്റുപറ്റിയത് കൊണ്ട് ശരിയിൽ നിന്ന് അവർ പോയിരിക്കുന്നു. ഇതാണ് അതിന്റെ മറുപടി. നമ്മൾ ആ ശരിയിലുള്ളവരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മളെ ആലിമീങ്ങൾ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു പോകുന്നതും. സമസ്ത എന്തിനു വേണ്ടി സമസ്തന്റെ അതിനെ നട്ടുപിടിപ്പിച്ച രണ്ട് മഹാന്മാര് ആരാ? ഒന്ന് വലിയൊരു ആലിം, മറ്റേ വലിയൊരു സയ്യിദ്. വരക്കൽ മുല്ലക്കോത്തങ്ങൾ വലിയ ആലിമാണ്, സയ്യിദാണ്. ഒന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അന്നത്തെ AP ആണ്. അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവര് ഏന്തിയ പതാക അപ്പടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നത് രണ്ട് പണ്ഡിതന്മാരുള്ള ഒരു സംശയം വേണ്ട. താജുൽ ഉലമ തങ്ങളവർ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സ്ഥാനത്തും AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന സുൽത്താനുൽ ഉലമ മഹാനവകൾ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സ്ഥാനത്തും. ഇദ്ദേഹം വെറുതെ പറയല്ല, വേണമെങ്കിൽ അതുകൂടെ ഞാൻ പറയണം, പറയാതിരിക്കാൻ വയ്യ. സമസ്തന്റെ നിലപാട് എന്തായിരുന്നു? പുത്തനാശയക്കാർ വന്നപ്പോ അവരെ വേറിട്ട് നിൽക്കാനും അവരുമായി തെർക്കുൽ മുവാലാത്ത് ബന്ധവിച്ഛേദനത്തിനും അന്ന് ഫത്വ കൊടുക്കുകയും പലവട്ടം സമസ്തയുടെ സമ്മേളനത്തിൽ ആ ഫത്വ വിളംബരം ചെയ്യുകയൊക്കെ ചെയ്ത പാരമ്പര്യമാണ് നമുക്കുള്ളതെങ്കിൽ ഇന്നത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ വലിയ പ്രസിഡന്റുമായ അദ്ദേഹം നദ്വത്തുൽ മുജാഹിദീന്റെ വലിയ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവി, അയാളാണ് ബഹുമാനപ്പെട്ട EK അസം മുസ്ലിയാരിട്ട് വാദപ്രതികാരം നടത്തിയാള്. ശേഷം AP ഉസ്താദിട്ട് വാദപ്രതികാരം നടത്തിയാള്. അങ്ങനെ അതിൽ ഉറച്ചു നിന്ന് മരിച്ച ആളാ. അയാള് മരിച്ചപ്പോ അവിടെ പോയി ഈ പറഞ്ഞ പ്രസിഡന്റ് പോയെന്ന് മാത്രമല്ല, അനുശോചനം രേഖപ്പെടുത്തി. അനുശോചനത്തിൽ എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ മരണം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വലിയ മഹാനഷ്ടമായിട്ടുണ്ട്. ഇതാണിപ്പോ ഒരു സമസ്തന്റെ പ്രസിഡന്റ്. പിന്നെ അതേ സമസ്തന്റെ സെക്രട്ടറി മരിച്ചു. അതിന്റെ 1ാമത്തെ ആണ്ട് അപ്പം എടുത്തു കഴിഞ്ഞത്. ആ ആണ്ടിന് ആരൊക്കെ ഉണ്ട്? നമ്മളില്ല, നമ്മളെങ്കിലും പറ്റില്ല. പിന്നെ ആരൊക്കെ ഉള്ളത്? അതില് മുജാഹിദ് രണ്ടായി പിളർന്നപ്പോ 2 പിളർപ്പിന്റെയും 2 നേതാക്കന്മാരുണ്ട്. ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറായ ആരിഫൽ അയാളുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താ? ഇതാണ് സമസ്തയുടെ നിലപാട്, എല്ലാവരും സൗഹൃദ നിലപാടാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി തന്നെ ഇവരൊക്കെ സംഘടിപ്പിച്ചത്. ഇതാരെ സമസ്ത? അത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമസ്തയല്ല, അത് പാങ്ങക്കാരൻ സമസ്തയല്ല. വരക്കൽ മുല്ലക്കോയ തങ്ങളെയും പാങ്ങക്കാരനെയും സമസ്ത ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളും സുൽത്താനുൽ ഉലമ AP ഉസ്താദ് നിൽക്കുന്ന ആ സമസ്ത തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെ ശരി, വേറെ ശരിനെ പറ്റി ആലോചിക്കേണ്ട ശരിയില്ല. അടുത്തത് നമുക്കൊരു മെസ്സേജായിട്ടാണ് കാണുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റാതെ അവനവന് സാധിക്കുന്നത് മാത്രം സ്വീകരിക്കുകയും അഹ്ലു ബൈത്തിന്റെ ഗ്രൂപ്പ് നോക്കി ആദരവും അനാദരവും കാണിക്കുകയും ചെയ്യുന്നവർക്ക് സുന്നി എന്ന് പറയാൻ പറ്റുമോന്നാ. അപ്പൊ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്,
റസൂലുള്ളാഹിന്റെ ചര്യ പിൻപറ്റണമെങ്കിൽ തരീഖത്തിൽ ചേരണോ, അത് പറ്റാത്തവരെ പറ്റിയാണ് എന്നാ അയാൾ മനസ്സിലാക്കി വൈവാന്നേ അർത്ഥമുള്ളൂ. തരീഖത്ത് പിൻപറ്റാത്തവനൊന്നും ശരിയായവനല്ല, റസൂലുള്ളാഹിന്റെ ശരീരമില്ലാതെ. തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് നേരത്തെ എനിക്ക് പറയാൻ വേണ്ടിയില്ല. തരീഖത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിച്ച എല്ലാ നാടന്മാർക്കും കൊടുക്കേണ്ട സംഗതിയല്ല. തരീഖത്തിന് തൈരീഹിന്റെ നിർവചനം തന്നെ എന്താ? തരീഖത്ത് എന്ന അസ്സൈറത്തുൽ മുഖ്തസ്സത്തു ബിസ്സാലികീന ഇലല്ലാഹ്, സാലിക്കീങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു പ്രയാണം എന്ന രാപ്രയാണം. സൈറത്ത് എന്ന സാറാന്ന രാത്രി നടന്നു, അത് വെളിച്ചൊന്നുമില്ലാതെ രാത്രിയൊക്കെ ഒരു പ്രയാസമുള്ള സാഹസികമായ സംഗതിയല്ലേ. അപ്പൊ തരീഖത്തത്ര എളുപ്പമൊന്നുമല്ല എന്ന് വരുത്താനാണ് സൈറത്ത് അവിടെ ഉപയോഗിക്കുന്നത്. അസ്സൈറത്തുൽ മുഖ്തസ്സത്തു ബിസ്സാലിക്കീൻ, സാലിക്കീങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു പ്രക്രിയ. അപ്പൊ സാലിക്കീങ്ങൾ അല്ലാത്തവർക്ക് തരീഖത്തില്ല. സാലിക്ക് എന്ന് പറഞ്ഞാൽ വിലായത്തിന് അവ്വൽ മർത്തബയാണ്. അപ്പൊ വിലായത്തിന്റെ ഒന്നാം മർത്തബയിൽ എത്തിയതിനു ശേഷമേ തരീഖത്ത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഏതാണ് ഒന്നാം മർത്തബ? ശരീഅത്ത് പൂർത്തിയാക്കുക. അതാ തരീഖത്തിന്റെ ഒന്നാം മർത്തബ, വിലായത്തിന്റെ ഒന്നാം മർത്തബ. അള്ളാഹു വിലക്കിയ സംഗതിയൊക്കെ ഒഴിവാക്കുക, അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത് ചെയ്യുമ്പോഴാണ് തരീഖത്തിന് അവ്വൽ മർത്തബ. ഇത് വാജിബായ സംഗതി വലുതും ഒഴിവാക്കുക, ഹറാമായ സംഗതി വലുതും ചെയ്യുക. ഞാൻ കുണ്ടോട്ടി പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു മുരീദുണ്ട്, അയാൾക്ക് പറയലിനെ സോഡൌലിയ എന്നാണ്. സോഡൌലിയ എന്ന് പറയാൻ കാരണം അയാൾക്ക് പണി, അയാൾ വലിയ ദാക്കിറ, ഒരു ദിക്കറിനെ മുട്ടി കഴിക്കപ്പോഴുണ്ടാവും. ഇതുണ്ടായപ്പോ ഒരു തരീഖത്ത് തന്നെയായി. ഇത് യഥാർത്ഥത്തിൽ ആദ്യം ഇറങ്ങിയത് കോഴിക്കോടൊക്കെ അരിച്ചാക്കുമ്പോ എന്റെ ചാക്കിന്റെ എണ്ണത്തിന് പിടിക്കാനാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിപ്പോ കാര്യമായിട്ട് ദാക്കിറിന്റെ ഇതിപ്പോ ടിം 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 എന്ന് പറഞ്ഞപ്പോ ദിക്കറായി. ഈ ചങ്ങായി ഇത് മുട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കും. എന്താ പണി? സിനിമകളിൽ സോഡക്ക. ഇയാളോട് മുരീദച്ച നിങ്ങൾ ചോദിച്ചു നോക്കി കൊണ്ടോട്ടിലുള്ള സംഗതി. അയാളിപ്പോ മരിച്ചുപോയി. അയാൾ മരിക്കോളം ന്യൂസാദരീക്കത്തിന്റെ ആളാ. അയാൾക്ക് ജോലി എന്താ? സോഡ വെക്കുക. എവിടെ? സിനിമ തിയേറ്ററിൽ. അതുകൊണ്ട് കുട്ടികൾ സോഡ വിലയേറാൻ കാരണം. അങ്ങനത്തെ എന്തും ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട്. ആര് വന്നാലും തരീഖത്തിലേക്ക് സ്വാഗതം. അങ്ങനല്ല. തരീഖത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വിലായത്തിന്റെ അവ്വൽ മർത്തബ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുജദ്ദിദുൽ അൽഫിസ്ഥാനി അഹമ്മദ് ഫാറൂഖ് അസ്സർഹിന്ദി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ അവിടുത്തെ മക്തൂബാത്തിൽ പറഞ്ഞു, തരീഖത്ത് എന്ന് പറഞ്ഞാൽ വിലായത്തിന്റെ ഒന്നാം മർത്തബയിൽ നിന്ന് പൂർണ്ണ മർത്തബയിലേക്ക് എത്താനുള്ള ഒരു പണിയാണ്. അതിനാണ് തരീഖത്ത് എന്ന് പറയാം. അപ്പൊ വിലായത്തിന് ഒന്നാം മർത്തബയിൽ എത്തണം. അതെപ്പോഴാ? അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ പൂർത്തിയാക്കണം. അതാണ് ശരീഅത്ത് പൂർത്തിയായെങ്കിലേ എന്തുള്ളൂ പറയാൻ കാരണം തരീഖത്തുള്ളൂ. അപ്പൊ ശരീഅത്ത് പൂർത്തിയാക്കാത്തവർ, ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഒരുപാട് വൈകല്യം എപ്പോഴും അവന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനത്തെ ആൾക്ക് തരീഖത്ത് കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കൂല. കണ്ടവർക്കൊക്കെ തരീഖത്ത് കൊടുക്കുന്ന ശൈഖാണെങ്കിൽ ആ ശൈഖിന്റെ സൂഉൽ ഖാത്തിമ പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. അർഹതയില്ലാത്തവർക്ക് തരീഖത്ത് കൊടുക്കുക. അർഹതയില്ലാത്തവർക്ക് തരീഖത്ത് കൊടുക്കുന്ന ആളും എന്തായിരിക്കും? യഥാർത്ഥ തരീഖത്ത് ഉണ്ടാവില്ല. യഥാർത്ഥ തരീഖത്ത് ഉണ്ടെങ്കിൽ അർഹതയുള്ളവർ കൊടുക്കൂല. ഒന്ന്. ഇനി മറ്റൊന്നും പറ. ഇമാം ഷഹറാനി പറഞ്ഞു, ഒരു തരീഖത്തിന്റെ അനുയായികൾ വളരെ കൂടുതൽ കണ്ടോ, നീ മനസ്സിലായിക്കോ ആ തരീഖത്ത് വെച്ചതാണ്. തോനാളുകൾ മനസ്സിലാക്കാൻ കാരണം തോനാളുകൾ അവൻ നഫ്സിന് അനുകൂലമായി അവൻ നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഈ ശൈഖ് നിൽക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ ഇച്ഛക്കെതിരിലാണ് തരീഖത്തുണ്ടാകുക. ശരീഅത്തിന്റെ ഇച്ഛക്കെതിരില്ല. പിന്നെ തരീഖത്തിന്റെ കാര്യം പറയണ്ട. തരീഖത്തിൽ എല്ലാത്തിനും ദുഷ്കാണ്, സൂക്ഷ്മതയാണ്, ഇഹ്തിയാത്താണ്. അപ്പൊ അങ്ങനെ ഒരു കൗലില്ല, അങ്ങനെ ഒരു കീലല്ല എന്നും തരീഖത്ത് ചോദിക്കാൻ പറ്റില്ല. ശരീഅത്തിലേക്ക് പറ്റും. ശരീഅത്ത് എപ്പോഴും തരീഖത്ത് എപ്പോഴും അഹദും ബി അഹ്വത, തരീഖത്തുൻ അഹദും ബി അഹ്വത കൽവറ. അപ്പൊ സൂക്ഷ്മത കൊണ്ട് പിടിച്ചിക്കല. അപ്പൊ വളരെ എന്തായി വരും, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് യക്കായ തരീഖത്തിലൊക്കെ കുറച്ചാളുകളുണ്ട്. ഇപ്പോ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം തങ്ങൾ തരീഖത്തെങ്ങാനും അന്ന് ബഹുമാനപ്പെട്ട ആണ്ട് വിളംബരം ചെയ്യുകയാണെങ്കിൽ ആ തരീഖത്തിൽ പെടാത്ത ഒറ്റ ആളോടുണ്ടാവില്ല. എന്തുകൊണ്ട്? അന്ന് മുജാഹിദില്ല, ജമാഅത്തില്ല, തബ്ലീഗില്ല, ഖാദിയനില്ല, ഒന്നുമില്ല. മമ്പുറം തങ്ങൾ ബാബു പറഞ്ഞാൽ കേൾക്കാത്ത ആരുമില്ല. കാഫിരിങ്ങളടക്കം മമ്പുറം തങ്ങൾ പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആൾക്കാരാ.
അപ്പൊ അന്ന് മമ്പറം തങ്ങൾ ഈ തെരീക്കത്ത് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഈ നാട് മുഴുവൻ മമ്പറം തെരീക്കത്താവും. എന്നാ മമ്പറത്തെ പാപ്പാന്റെ തെരീക്കത്ത് ഇവിടെ സ്വീകരിച്ചവർ എത്ര ആളുണ്ട്? മൂപ്പര കാലത്ത് സ്വീകരിച്ച മുരീദന്മാരായി ഇത്തിഫാക്കാൻ പറയപ്പെടുന്ന രണ്ടേ ആൾക്കാരാണ്. ഒന്ന് ഔക്കായ മുസ്ലിയാർ, ഔക്കോയ ഹല്ലി ഉക്തുബമ്മക്കാലത്തി എന്ന് പറഞ്ഞാൽ ഔക്കായല്ലേ ഇവിടെ പരപ്പനങ്ങാടി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. രണ്ടാമത്തെ ഉമർ ഖാദിയാണ്, അമൃത പാപ്പാന്റെ ഒരു മുരീദ് ഉമർ ഖാദിയാണ്. ഈ രണ്ട് മുരീദന്മാരല്ലാതെ ഏതാവിന് മൂന്നാമത്തിന് മുരീദ് പറയാൻ? അതൊക്കെ ഖിലാഫ. അവൻ മുരീദ് ആണോ അല്ലേ? അതേ സ്ഥാനത്ത് ഇങ്ങനെ കാറ്റത്തിടാൻ പറ്റിയ ഒന്നാണ് ഈ തെരീക്കത്തെങ്കിൽ മമ്പറത്ത് പാപ്പാന്റെ തെരീക്കത്ത് അവൈലപ്പെട്ടാകെ. അപ്പൊ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, അതിന്റെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. തോനാളെ കണ്ടാച്ച് മനസ്സിലായിക്കോ ആ തെരീക്കത്ത് പേശതാണ്. ഷെഹറാൻ ഇമാം പറഞ്ഞാണ്, ഇർഷാദുസ് സാലിക്കീൻ എന്ന് പറഞ്ഞ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്നു തെരീക്കത്തിൽ കുറെ ആൾക്കാരുണ്ടായെന്ന് മനസ്സിലായിക്കോ. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞു, ഖലീഫമാർ തമ്മിൽ പോരടിക്കുന്നുണ്ടാന്ന് മനസ്സിലായിക്കോ. ആ തെരീക്കത്ത് ഹക്കല്ല. ഖലീഫമാർ പോരടിക്കാം. ശൈഖ് മരിച്ചതിന് ശേഷം പട്ടികാട് തെരീക്കത്ത് അങ്ങനെയല്ലേ? ശരിയെ പരിശോധിച്ച് നോക്കുമ്പോ 3 ഖലീഫമാരുണ്ട്. 3 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാം. മനസ്സിലാ? വടക്കേ ഭാഗത്ത് 2 ആളുണ്ട്. ഒന്ന് മൂര്യാട് ഷെയ്ഖ് എന്ന് പറഞ്ഞ ഒരു അംശം മുസ്ലിം. ആരാണ്? ഒന്ന്. 2 ചപ്പാരപ്പട കൊണ്ടൊരു ഒരു മുസ്ലിം. മാനന്തേ അയാളാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ഇവിടെ നമ്മൾ മലപ്പുറം ജില്ലയില് KM റഹീം സാഹിബിന്റെ ആ നാട്ടിൽ എന്താ പറയാ, പടിഞ്ഞാറ്റുമുറി, അവിടെയാണ് ഒരു ഖലീഫ. ഇവർ 3 ആളും തമ്മിൽ ഒരു സുഖമില്ല. ഒരു 2 ആളും ശരിയല്ലെന്നാ ഇയാൾ പറഞ്ഞത്. മനസ്സിലാ? മറ്റേ 2 ആളും ശരിയല്ലെന്ന് ആയിപ്പെട്ടവരാണ്. ഇങ്ങനെ എല്ലാവരും പറയില്ല. എന്റേതാണ് ശരി, എനിക്ക് തെരീക്കത്തൊക്കെ തന്നിട്ടുണ്ട്, ഞാനാണ് ഖലീഫ. അപ്പൊ ഖലീഫന്മാർ തമ്മിൽ ഭയങ്കര വട്ടം പറയും. ഒരു ശരിയായ ഷെയ്ഖാണെങ്കിൽ ആ ഷെയ്ഖിന്റെ ഇർഷാദ് കിട്ടിയ ആൾക്കാരുള്ളവരൊക്കെ ഓലെങ്ങനെ തമ്മിൽ ഇങ്ങനെ എന്ത് ചെയ്യാം? അപ്പൊ അതൊക്കെ നടക്കുന്നു. അതൊക്കെ ഈ പേശ തിരിക്കുന്നതിന്റെ ഇടയിലാണ്. ഇനി പറയും, ഭക്ഷണം കഴിക്കുന്നത് മുതൽ വാങ്ങി വിളിക്കുന്നത് ഉൾപ്പെടെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുള്ള ധാരാളം സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ നിതിചര്യ അതേപോലെ പാലിക്കപ്പെടുന്നുണ്ടോ? പാലിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. തീരെ ഇസ്ലാം അത് സ്വീകരിക്കാത്തവരുണ്ട്. എല്ലാം എന്താ പേര് പറയാ? ശരീഅത്ത് പണ്ഡിതന്മാർക്ക് തെരീക്കത്തിനെ കുറിച്ച് പറയാൻ അറിയില്ലെന്നും അതുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല തെരീക്കത്തുകൾക്കും എതിരെ തീരുമാനമെടുത്തത് അബദ്ധമാണെന്നും പല തെരീക്കത്ത് കക്ഷികളും പറയാറുണ്ട്. ഇതിന്റെ പൊരുളെന്ത്? 2 തെരീക്കത്തുകളെ കുറിച്ച് പറയാൻ ശരീഅത്ത് പഠിച്ചവർക്ക് അധികാരമില്ലെന്നും, പിന്നെ തെരീക്കത്തിനെ കുറിച്ച് പറഞ്ഞ് തെരീക്കത്ത് പഠിച്ചോല്ലെന്നെ വേണമെന്നുള്ള പറഞ്ഞതിനർത്ഥം അല്ലേ? തെരീക്കത്തിനെ കുറിച്ച് പറയാൻ ആർക്കും അധികാരമില്ല. ശരീഅത്ത് പണ്ഡിതന്മാർ ഇതാരെ പറഞ്ഞത്? ആ തീരുമാനം ആരെ തീരുമാനം? എല്ലാവരും പറ്റിയും പറയുന്നത് ശരീഅത്തിന്റെ ഉലമാക്കളാണ്. അതാണ് ശരീഅത്തിന്റെ തീരുമാനം. കാരണം ശരീഅത്തിന്റെ നിയമങ്ങൾ വ്യക്തമാണ്, ലാഹിറാണ്. ആരുടെ മുമ്പിൽ പറയാൻ പറ്റും, ആർക്കും തെളിവ് അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എന്താണ് പേര്, കിതാബുൽ ഫുറൂഖ് എഴുതിയ അഹമ്മദ്, ഷെയ്ഖ് അഹമ്മദാണ്. 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയാളാണ്. മൂപ്പര കിതാബാണ് അൽ ഫുറൂഖ്, കിതാബുൽ ഫുറൂഖ് അല്ല, കിതാബുൽ ഖവായിദ്. ഫുറൂഖ് അല്ല, കിതാബുൽ ഖവായിദ്. ഖവായിദ് തസവ്വുഫ് എന്നാണ് ആ കിതാബിന്റെ പേര്. അതിൽ ഒരു കായിക ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താ? ലൈസ ലിൽ സൂഫി അൻ യഹ്കുമ അലൽ ഫഖീഹ് വലിൽ ഫഖീഹി അൻ യഹ്കുമ അല സൂഫി ലിഅന്നൽ ഫിഖ്ഹ ആമുൻ വത്തസവ്വുഫ ഖാസുൻ. എന്താ പറഞ്ഞത്? ഫഖീഹായ ആൾക്ക് സൂഫിനെ പറ്റി തീരുമാനമെടുക്കാൻ പറ്റും,
സൂഫിക്ക് ഫഖീഹിനെ പറ്റി തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഫഖീഹ് പറഞ്ഞ കുല്ലിയായ പൊതു നിയമമാണ്. എന്റെ കാര്യം ഒരാളെ കാര്യം മറ്റയാളെ കാര്യമല്ല, എല്ലാവരും കൂടിയുള്ള കാര്യം. മറ്റവന്റെ ഞാൻ കാര്യം എല്ലാവർക്കുള്ള പൊതു നിയമം തസവ്വുഫിനേക്കാൾ മുഖദ്ദമ ഏതാണ്? ഫിഖ്ഹാണ്. അപ്പൊ ഗസാലിമ പറഞ്ഞ വാക്കോ അതിനാ ഗസാലി പറഞ്ഞ് കുൻ ആലിമൻ സൂഫിയൻ വലാ തകുൻ സൂഫിയൻ ആലിമൻ. അല്ല, ആലിമൻ അല്ല, ഫഖീഹ്. വലാ സൂഫിയൻ ഫഖീഹ്. അപ്പൊ ആദ്യം ഫിഖ്ഹ് പഠിക്കുക. തസവ്വുഫ് പഠിച്ച ഒരു സൂഫിയായി അത് പറ്റൂല. അതിന്റെ തസവ്വുഫ് ശരിയാകണമെങ്കിലും ഒക്കെ അമൽ ശരിയാണ്. ശരീഅത്തിൽ തന്നെ പറയേണ്ടത്. അത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വ്യക്തമായി പറയുന്നുണ്ട്. തരീഖത്തിനെ കുറിച്ച് സംശയം ഉണ്ടായാൽ ആ തരീഖത്തിനെ നീ തൂക്കി നോക്കും, തൂക്കി നോക്കും. എന്നിട്ട് തൂക്കൊക്കെ ഉണ്ടോ എന്നാൽ സംഭവിച്ചു. തൂക്കില്ലേ ശരീരത്തിന് അത് ബലയത്തുള്ള ഒറ്റമൂലിയാണ്. ഏത് പേച്ച തരീഖത്തിലും പറയും. അത് പറയാനുള്ള അധികാരം അത് നിങ്ങൾക്ക് ഇതിന്റെ ആൾക്കാരാണ്. അപ്പൊ ശരിയല്ല. ഇത് പിഴച്ചതാണെന്ന് സമസ്ത തീരുമാനത്താണല്ലോ ആലുവ കുന്നത്തേരി തരീഖത്ത്. ഈ തീരുമാനത്തിൽ സമസ്ത ഉലമാക്കൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടെന്ന് പലരും പറയുന്നത് കേൾക്കാനിടയായി. ഇത് സത്യമാണോ? നിങ്ങൾ കേട്ടതാണ് ആ പറഞ്ഞത്. ഞാൻ നേരെ ആ സഭയിൽ ഉണ്ടായതാണ്. ഒരാൾക്കും ഒരു എതിരുണ്ടായില്ല. ഞാനതിൽ പങ്കെടുത്ത ആളല്ല. കേട്ടീമ കേട്ട ആളാ ചോദിച്ചത്. അങ്ങനെ ഒരു സംശയെങ്കിലും പറഞ്ഞിട്ടില്ല. ആദ്യം സംശയം പറഞ്ഞു ചിലരൊക്കെ. ഇത് അവസാനം തിരുത്ത തീരുമാനം. എത്ര കാലങ്ങൾ ഇതുമായി ചർച്ച നടക്കുന്നത്. തീരുമാനം വരുമ്പോഴേ പുറത്തറിയുള്ളൂ. എന്നാലും പറയും എത്ര ലാഘവത്തോടെയാണ് തീരുമാനം എടുത്തത്. അപ്പൊ തീരുമാനം ഇല്ലെങ്കിലും അറിയുള്ളൂ. അതിന്റെ അടുത്ത് നടത്തിയ ചർച്ച ബലോട് ചോദിച്ചാണല്ലോ ചർച്ച നടത്തത്. അല്ല, നമ്മള് കക്കാടിന്റെ തരീഖത്തിനെ പറ്റി തീരുമാനത്തപ്പോ കക്കാടിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു. എന്ത് എത്ര കാലം സമസ്തന്റെ പ്രവർത്തനത്തിൽ പങ്കായാളാ കക്കാട്. അയാളെപ്പറ്റി തീരുമാനിക്കുമ്പോ ഒരു അപ്പം ചുട്ടെടുക്കുന്ന രാഘവത്തോടെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഒരു അന്വേഷണം നടത്തണ്ടേ? സുബ്ഹാന ജല്ല ജലാലു അയാളെ കൂട്ടി അന്വേഷണം 4 or 5 വട്ടം ആദ്യം നടത്തിയിരിക്കണ്. എത്രത്തോളം പറഞ്ഞു. എ പി ഉസ്താദ് പറഞ്ഞ ഒരു സംഗതി എങ്ങനെയെങ്കിലും നമ്മളിന്ന് ഒരാൾ പോണ്ട. ഉസ്താദ് പറയുമ്പോ പിന്നെ അപ്പടി നമ്മൾ അംഗീകരിക്കും. എന്റെ മനസ്സിൽ അംഗീകരിച്ചില്ല. ഞാൻ ഇപ്പൊ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു ഞാൻ സ്വീകരിക്കാം. എന്റെ മനസ്സ് ബന്ധപ്പെട്ടില്ലായിരുന്നു. എന്താ ഉസ്താദ് പറഞ്ഞത്? കക്കാടെ നമ്മളെല്ലാം കൂടി ഒരു സംസ്ഥയിൽ ഒരു പ്രവർത്തനത്തിൽ ഒരുമിച്ച് പോകുന്നതല്ലേ. നിങ്ങളെപ്പറ്റി നമ്മൾ തീരുമാനം എടുക്കുക, നിങ്ങളാണ് പോവുക. അത് നമുക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പഠിച്ച് ഒരു ഇൽമൊക്കെ സമ്പാദിച്ചൊരു ഫൈലിയാണല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാലോ വിശ്വാസപരമായും കർമ്മപരമായും തെറ്റും അല്ലാത്തതും. അപ്പോ നിങ്ങളെ ഈ ശൈഖിന്റെ തരീഖത്തിന് ഒരു തെറ്റുമില്ല എന്നാണ് നിങ്ങളെ വീക്ഷണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിന്നോളി. പക്ഷെ നിങ്ങൾ ആളുകളതിലേക്ക് കൂട്ടി നിങ്ങൾ അത് പ്രചരണം നടത്തരുത്. പ്രചരണം നമ്മളെ പ്രവർത്തനമായിരിക്കണം. യെസ്വയസിന്റെ പ്രചരണം നടത്തിക്കോളി. ഈ തരീഖത്തിന്റെ ദിക്റും സംഗതി നിങ്ങൾ സ്വകാര്യത്തിൽ ചെല്ലിക്കോളി. ഞാൻ പറഞ്ഞു ഉസ്താദെ എനിക്കതിനോട് അഭിപ്രായമില്ല അങ്ങനെ പറഞ്ഞതിനോട്. എന്നാലും ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ആയിക്കോട്ടെ, എന്തിനില്ല. ഇയാളെടുത്ത പറഞ്ഞു അത് പറ്റൂല പറഞ്ഞു. എന്തുകൊണ്ട്? ഷെയ്ഖിനെ ഏൽപ്പിച്ചിക്കണ എന്നെ ഇന്ത്യയിലെ മുർഷിദായിട്ടാ. അപ്പൊ ഇന്ത്യയിൽ ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ട ദൗത്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇനി എന്താ അയാളോട് പറയാൻ? അപ്പൊ ഞാൻ ഉസ്താദിനോട് ഇനിയിപ്പോ കഴിഞ്ഞാലും ഉസ്താദ് ഇനിയിപ്പോ ഒന്നും പറഞ്ഞല്ലോ.
അപ്പൊ ഇയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല, എത്ര വിഷയങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ആളയക്കലുണ്ട്, എന്താ നിങ്ങൾക്ക് രണ്ടാളാണ് അയച്ചൂടെ ഇവിടേക്ക് ഈജിപ്തിക്ക് ഈ ശൈഖനെ പറ്റി ഒന്ന് അന്വേഷിക്കാന്? അല്ല, അപ്പൊ ഞാൻ ചോദിച്ചു, രണ്ടാളെ ഈജിപ്തിക്ക് പറഞ്ഞേക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അയാൾ ഒരാൾക്ക് പോകാനേ 30,000 റുപ്യയേ ഉള്ളൂ, രണ്ടാൾക്ക് 60,000 റുപ്യ വരും. ഇത് സമസ്ത കൊടുക്കാൻ കഴിയൂലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ വണ്ടി മേലേക്ക് തരിക, അപ്പോഴൊക്കെ 60,000 കൊടുത്ത് ഈ രണ്ടാളിങ്ങനെ പറഞ്ഞേക്കുക, ഇതിലാ അതിന് ഒഴിഞ്ഞ കായിന്റെ അവിടെ. ഇനി വേറൊരാൾ ഇപ്പൊ വരുക, ഒരു തരീകത്ത് ഇങ്ങനെ കടലിന്റെ വക്കത്ത് വന്ന് നിൽക്കുക, വന്ന് അത് ഇങ്ങോട്ട് കടന്നിട്ടില്ല, ഒരു ജോർഡാൻ തരീകത്ത് അത് വരാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇക്കരെ കിടക്കും. അപ്പൊ അതിന്റെ ആള് പറയും, നിങ്ങൾ രണ്ടാളെ പറഞ്ഞേക്ക് ജോർഡാൻക്ക് ഒരു 40 ഉറുപ്പ്യല്ലേ വരുള്ളൂ, 80 ഉറുപ്പ്യല്ലേ വരുള്ളൂ പറഞ്ഞാൽ അതും പറഞ്ഞേക്കണ്ടേ? അതിന്റെ തൊട്ട് പിറ്റേന്ന് വരും തീജാനി തരീകത്ത്, അത് വരും ചെയ്തു. മറ്റേ ജോർഡാൻ വന്നപ്പോ നമ്മളതിന്റെ പിന്നിലില്ല, അതിന്റെ പിന്നിലുണ്ടായത് മറ്റേ ഗ്രൂപ്പ് പേരാ. തീജാനി എന്നപ്പോ നമ്മൾ ആൾക്കാർ അതിന്റെ പിന്നിൽ പോയില്ലേ? അപ്പൊ ഈ തീജാനി തരീകത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ വണ്ടി മേലേക്ക് തരിക, ഇങ്ങനെ അതിനൊക്കെ 60ഉം 40ഉം ഒക്കെ ഇട്ട് ഇങ്ങനെ ആളെ പറഞ്ഞേക്കുക, ഇതിന് ഒഴിഞ്ഞ കാര്യം എന്റെ ഇവിടെ വെച്ച്. അങ്ങനെയാണ് അവസാനം തീരുമാനം എടുത്തത്. അപ്പം ഇതൊക്കെ ഒരുപാട് ചർച്ചയും ശേഷവും ചർച്ചയും ഒക്കെ നടത്തിയിട്ട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാള് ഒരു കാരണം കൊണ്ട് പിരിഞ്ഞു പോകുമ്പോ വളരെ അങ്ങേറ്റം നോക്കിയിട്ടേ അത് പിരിച്ചുവിടുള്ളൂ. പെട്ടെന്ന് തീരുമാനം എടുക്കൂല, അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണ് തീരുമാനം എടുത്തു, അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെ. ഒരിക്കലും അങ്ങനെയല്ല, അത് സമസ്തയെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കരുത്. അതുകൊണ്ടാണ് പഴയ കാലം മുതൽക്ക് ഇന്നേ വരെ സമസ്ത എടുത്ത തീരുമാനത്തിൽ ഒരു പുനഃചിന്ത നടത്തി അതൊന്ന് രണ്ടാമതൊന്ന് ഇളക്കി തീരുമാനിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം തീരുമാനം എടുക്കണ അത്രയും കഴിഞ്ഞെടുക്കുള്ളൂ. താനൂർ ഭാഗത്ത് ഒരു നൂരിശക്കാരൻ നമ്മുടെ പള്ളിയിൽ മുഅദ്ദിനായി ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇമാം നിൽക്കുന്ന അവസരത്തിൽ തുടർ നിസ്കരിക്കാമോ? പേച്ച തെരീക്കത്തുകാർ, അയാള് അല്ലാത്തതൊന്നും പറഞ്ഞില്ല, തെരീക്കത്തിൽ പേച്ചാലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഗ്രന്ഥാണ് സിറുൽ അസ്റാർ. അതിന്റെ 23-ാമത്തെ അധ്യായം തരീക്കത്തിൽ പേച്ച ആൾക്കാരെ കുറിച്ച് പറഞ്ഞ അധ്യായം. അതിൽ ബഹുമാനപ്പെട്ട് പറയുന്നത് തരീക്കത്തിന്റെ അഹ്ലുത്തറായിക്ക് 12 വിഭാഗമായി തരംതിരിഞ്ഞു. ഒരു കൂട്ടർ മാത്രം അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നികൾ, ബാക്കിയുള്ള 11 കക്ഷികളും തരീക്കത്തിലൂടെ വിദേഹത്തിൽ പോയ മുബ്തദീങ്ങളാകുന്നു. വിദേഹത്തിന്റെ അയലുകാരോടുള്ള സമീപനം തന്നെ ഇവരോടും സമീപിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ശാലിയത്തിന്റെ ഫത്വയും ഉണ്ട്. അപ്പൊ മുബ്തദീങ്ങളെ കൂട്ടത്തിൽപ്പെടാതെ നോക്കുമ്പോ മുബ്തദീങ്ങളോട് നമ്മളെ തീരുമാനം എന്താ? വിദേഹത്തിന്റെ കാഫിറൊന്നും ആയിട്ടില്ല, നാ തുടർന്ന് നിസ്കരിച്ചാൻ പറ്റും, പക്ഷേ ജമാഅത്തിന്റെ കൂലിയോ. അപ്പൊ മുബ്തദീനെ തുടരാതിരിക്കലാണ് വേണ്ടത്, തുടരിൽ കറാഹത്താകുന്നു. ഈ നിയമം കള്ള തരീക്കത്തേറെ മേലും ബാധകം തന്നെയാണ്. ആലിന്തറ തരീക്കത്തിനെ ആദ്യം എതിർത്ത EK വിഭാഗം ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു, ഇതിന് കുഴപ്പമൊന്നുമില്ല, അതിൽ അവർ ഇപ്പോൾ ലയിച്ചിരിക്കുന്നു. എന്താണ് ഈ തരീക്കത്തിന്റെ കുഴപ്പം? തരീക്കത്തിന് കുഴപ്പം പലതുമുണ്ട്. ഒന്നാം തരീക്കത്ത് ആൾക്കാരെ കണ്ടാൽ തന്നെ ഈ തരീക്കത്ത് പേച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നും ചോദിക്കൊന്നും വേണ്ട, ഞാൻ ചോദിച്ചാൽ വേണ്ടി കണ്ടപ്പോക്കിന് എനിക്ക് മതിയായി എന്നറിയാം അവരെ കണ്ടാൽ. എന്തുകൊണ്ട്? ഒരു ഇസ്ലാമിന്റെ ഏതുപോലും ഇല്ലാത്ത കാവ്യ വസ്ത്രം അയാളും അയാളെ മുരീദന്മാരും ധരിച്ചുകൊണ്ടിരിക്കുന്നു, കാവ്യ. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ വാദഗതികളാണെങ്കിലോ വലിയ വാദഗതികളാണ്. അയാളെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ദർശുണ്ട്, ആ ദർശനം ഇങ്ങനെ ഇരിക്കുമ്പോ വസാലിമാമും ആ ദർശനം വന്നിരിക്കും. യഹ്യ ഉണ്ടാക്കിയ വസാലിമാമ്. അപ്പൊ ഇയാൾ ഒരു ദിവസം ചോദിച്ചോലോ മൂപ്പരോട്, നിങ്ങളല്ലേ കിതാബ് ഉണ്ടാക്കിയത്? ആ കിതാബല്ലേ ഞാൻ ദർശനം, പിന്നെന്തിനാ നിങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത്? ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും നിങ്ങൾ പറഞ്ഞ വിശീകരണം കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വിശീകരണം കേൾക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് വസാലിമാം ഇയാൾ പറഞ്ഞത്. ഈ ജാതി മഹാപൊള്ളും പറഞ്ഞ്, എന്നിട്ട് അയാള് ശൈഖുഖത്തും പറഞ്ഞ്, അങ്ങനത്തെ ഒരുപാട് വാദഗതികളുണ്ട്.
ഇതെല്ലാം നടത്തിയ ആളായതുകൊണ്ടാണ് പേച്ച ചേർന്ന്. മറ്റേ കൂട്ടര് പേച്ച ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങോട്ടിനെ തോന്നുന്നു. അതെന്തെന്ന് ഞാൻ ഓലോട് ചോദിച്ചു, നമുക്കറിയാം. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഈ ഭാഗത്തുനിന്ന് പോയ ഒരാളുണ്ട്, നമ്മളെ ഭാഗത്ത് ഒരു ഷെയ്ഖ്, അയാൾ മെച്ചു ഇപ്പൊ ഏതാണ് വെള്ളിമാട് കൊന്നുകാരൻ മുഹമ്മദ് പോയ അയാള് നമ്മളെ മലപ്പുറം ജില്ലയില് എന്താണ് പറയാ പുലാമന്തോൾ വന്ന് താമസാക്കി. അതെല്ലാം കൂടി മഹാജഗ പുകയാണ്, എന്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങളെ നാട്ടിലെ ഒരു സ്ത്രീനെ ഭർത്താവ് തലാക്കില്ല. കാരണം എന്ത്? ഭർത്താവ് എപ്പോ വന്നാലും ഇവളോട് ഉണ്ടാവില്ല. ഇവള് ഷെയ്ഖുനാനെ കാണുമ്പോഴേക്കും എപ്പോ നോക്കുമ്പോൾ ഷെയ്ഖുനാന്റെ ഇരുത്ത. അങ്ങനെ ഒരു ദിവസം ഇയാള് ഇവിടെ പോകാൻ അയച്ചില്ല, ഹബസ് ഇട്ടു. എന്നും പോകണം നമ്മൾക്ക് അവിടെ. അപ്പൊ ഇയാൾ ഹബസ് ഇട്ടു. അങ്ങനെ ഉണ്ടാളും കിടന്നു. നേരത്തെ നോക്കുമ്പോ പെണ്ണുങ്ങളെ കാണാൻ ഓള് പോയിക്കണേ, നട്ടപ്പോകരെ വീശിക്കാണ്ടേ ഓള് പോയിക്കണേ. അപ്പൊ പിന്നെ അയാള് വിട്ടു, വിട്ടു. അപ്പൊ എപ്പോഴും അവിടെയാണ് ചെന്നിരിക്കുക. ഈ ചങ്ങായിന്റെ പല വാദഗതികളുണ്ട്. ഒരു ദിവസം കണ്ട് ഇവരെ കൂട്ടത്തിലുള്ള അമ്പലക്കടവ് എന്റെ ഫോണൊക്കെ വിളിക്കണം, പൊന്മുളസായില്ലേ വെച്ചിട്ട് എന്നെ ചീത്തനും ഒഴിവുള്ളതൊക്കെ ഈ വിഷയം ചോദിച്ചാൽ വേണ്ടി എന്നെ വിളിച്ചു. അപ്പൊ എന്റെ കൂടെയുള്ള ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് വേറൊന്ന് പരിപാടിയെല്ലാം ഉസ്താദല്ല, എന്റെ നിങ്ങൾ വിളിച്ചത്, അത് ഞാൻ ഉസ്താദിനോട് നേരെ സംസാരിക്കണം എന്ന് പറഞ്ഞ് അപ്പൊ ഫോൺ വെച്ചു. പിന്നെയും വിളിച്ചു. അപ്പൊ ഈ കുട്ടിനോട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയാളെ ഫോണിന്റെ തരണ്ട, ഞാൻ മറുപടി പറയില്ല, ഇതെന്തെങ്കിലും പറഞ്ഞോണ്ടായിരുന്നു. രണ്ടാമത്തെ വിളിച്ചപ്പോ എന്താ ആവശ്യം എന്ന് വെച്ചു. ഉസ്താദ് തിരക്കിലാണ്. അപ്പൊ ഇയാൾ ആവശ്യം പറഞ്ഞു, ഇങ്ങനെ ഈ തരീഖത്തിനെ കുറിച്ച് അത് തെറ്റാണെന്നൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എന്താണ് അതിന്റെ വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താണെന്ന് എനിക്കറിയില്ല, ഉസ്താദിനോട് നേരെ ചോദിച്ചെങ്കിലേ അറിയാൻ പറ്റുള്ളൂ എന്ന് ആ കുട്ടി പറഞ്ഞു ചെയ്തു. ശേഷം അതിന്റെ പിറ്റത്തെ അൽ അഫ്കാർ മാസികയിൽ ഈ തരീഖത്ത് വെച്ചതാണെന്നും നമ്മള് പേവിന് പറയാത്ത ഒരു സംഗതി കൂടെ ഏറെയുണ്ട്. അത് നമുക്ക് പോലെ വിറ്റ ഇൽമ. അതെന്താ? അയാളെ ഒരു മൗലിദുണ്ട്, മരിച്ചതിന് ശേഷം ഒരു മൗലിദാരം ഉണ്ടാക്കിയ അറബി മലയാള മൗലിദ. ആ മൗലിദിൽ ഇയാൾ പ്രവാചകനാണെന്നുണ്ട്, അല്ലാഹു തആല ദിവ്യത്വം കൊടുത്ത് പറഞ്ഞയച്ച ആളാണ്, നുബുവത്വവാദമുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് സുന്നി അഫ്കാറിൽ ഇയാൾ പേച്ചാന്ന് പറഞ്ഞാൽ പോരാ, ഇയാൾ ഇസ്ലാമിന് പുറത്തു പോയ കാഫറാണ്, നുബുവത്വവാദം ഇയാൾക്കുണ്ട്. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഉള്ള കൂട്ടര് ഇപ്പൊ ഇയാളെ ഏത് കഴിഞ്ഞു ആണ്ട്. ആ ആണ്ടിന്റെ അന്ന് ഇവരെല്ലാ നേതാക്കളും ഉണ്ട്. കഴിഞ്ഞിട്ട് തീരുമാനിക്കുള്ളൂ. അപ്പൊ നമ്മളിതിൽ അങ്ങനെ മാറ്റം വരാൻ ഒരു സാധ്യതയില്ല. ഉസ്താദ് നേരത്തെ പറഞ്ഞ തരീഖത്തിന്റെ രണ്ട് മാനദണ്ഡങ്ങളിൽ രണ്ടാമത്തേത്, അതായത് സനദ് അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ അവരുടെ സനദ് സഹീഹാണോ? അതായത് അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദിയിലൂടെ കടന്നു പോകുന്നത് തന്നെയാണോ നേരത്തെ പറഞ്ഞ സനദ്? അതായത് തരീഖത്തിന് രണ്ട് സനദ് പറഞ്ഞല്ലോ, രണ്ട് നിബന്ധന പറഞ്ഞല്ലോ, അതില് രണ്ടാമത് പറഞ്ഞ നിബന്ധന സനദാണ്. അതല്ല, ആ സനദിലാണ് നമ്മൾ പറഞ്ഞ അബുൽ ഖാസിമിൽ കൂടെ പോണ സനദുള്ളതേ നമ്മൾ സ്വീകരിച്ചുള്ളൂ. അത് ആ സനദ് തന്നെയാണോ പറഞ്ഞത് എന്നൊരു ചോദ്യ. അത് തന്നെയാണോ പറഞ്ഞത് ആണോ, അത്രേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ അവരുടെ സനദ് സഹിയാണോ? ആര് സനദ്? ഈ അബുൽ ഖാസിം എന്നവരെ അബുൽ ഖാസിമിൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ സനദ് ഏറ്റവും സഹിയായതുകൊണ്ടും അതിന്റെ മേലിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് സുബുക്കിമാം എന്ത് പറഞ്ഞ് ജുനൈദുൽ ബഗ്ദാദി കൂടെ പോണം നമ്മൾ തെറായിക്കുകളൊക്കെ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇമ്മത്ത് ഒരു മാനദണ്ഡാക്കി വെച്ചു, എന്തെന്ന്
ജുനൈദ് അല്ലാത്ത കൂടെയാണ് പല സ്ഥലത്ത് നോക്കുമ്പോൾ പോകുന്നത്. ജുനൈദ് ഇതിനെ പരാമർശിക്കണില്ല. എന്നാൽ ഓലതൊന്ന് ആലോചിച്ചിട്ട് വേണം, സ്വീകരിക്കാൻ പറ്റൂല. ഇതാണ്. അതേ സ്ഥാനത്ത് നമ്മൾ സഹിയായ എല്ലാ തറായിക്കും, നമ്മൾ പറഞ്ഞ തരീഖത്ത്, ഖാദിരിയ തരീഖത്ത്, ചിസ്തിയ തരീഖത്ത്, നഖ്ശബന്ദിയ തരീഖത്ത്, ഷാദുലിയ തരീഖത്ത്, പിന്നെ കലന്തറിയ തരീഖത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് തരീഖത്ത്. ഈ തരീഖത്തിന്റെ സനത് പരിശോധിക്കുമ്പോ അത് മുഴുക്കയും പോകുന്നതൊക്കെ ശരിയായ സനതല്ല, ജുനൈദിൽ കൂടെ പോകുന്നത്. ജുനൈദിൽ കൂടെ പോകാത്ത ചില സനതുണ്ട്. അതിനെപ്പറ്റിയാണ് ഇപ്പൊ എന്ത് പറഞ്ഞത്, കുറ്റം പറഞ്ഞു. അപ്പോ ശരിയായ തരീഖത്തിന്റെ സനതൊക്കെ അരി കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സയ്യിദ് ത്വായിഫത്ത്, ഈ ത്വായിഫ് തന്നെ നേതാവ് എന്ന് ആർക്ക് പറയാൻ കാരണം, ജുനൈദിന് പറയാൻ കാരണം. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി കൂടെ പോകാത്ത തരീഖത്തിനെ പറ്റിയാണ് നമ്മൾ ഇതിന്റെ സനദിനെ പറ്റി അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞത്. എന്നാ ജുനൈദ് കൂടെ പോകാത്തൊക്കെ തെറ്റാണെന്നല്ല അതിന്റെ അർത്ഥം. അതൊരു അന്വേഷണത്തിന് ഉണ്ടാക്കപ്പെടും, വിധേയമാക്കപ്പെടും. ജുനൈദിന്റെ തരീഖിൽ കൂടെ ആണെങ്കിൽ അത്ര പ്രശ്നമില്ല. കാരണം അത് തറായിക്കിൽ വെച്ച് ഏറ്റവും അസലമായ തരീഖത്താണ്. ഷെയ്ഖ് തബറുക്ക് ആവാൻ യോഗ്യതൊന്നും വേണ്ടേ? വേണമെങ്കിൽ നൂർഷാ തരീഖത്തിന്റെ ഷെയ്ഖിന് ആ യോഗ്യത ഉണ്ടോ? യോഗ്യത എന്ന് പറഞ്ഞാൽ ശരീഅത്തിന് എതിരാകാൻ പാടില്ല ഇയാളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും, ഒന്ന്. രണ്ടാമത്തൊന്ന്, ഇയാളൊരു മുത്തബ ആകാൻ പറ്റണ, ഇത്തിബായിന് പറ്റുന്ന ഒരാളാകണം. അപ്പൊ അയാളെ ജീവിതചര്യ, റസൂലുള്ളാഹിന്റെ ചര്യകൾ, ചിട്ടകളൊക്കെ ശരിക്ക് പാലിച്ചുകൊണ്ടിരിക്കുന്ന ആളാകണം. ഇത് തബറുക്കിന്റെ ശൈഖിന് ഉണ്ടാകേണ്ടുന്ന നിബന്ധനയാണ്. വായുർ ശരീഅത്തിൽ തന്നെ വിരുദ്ധമായ, ശരീഅത്തിന് വിരുദ്ധമായ കാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ തബറുക്കിന്റെ ശൈഖായി സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ജദ്ബിന്റെ ഹാലത്തിൽ ഉള്ള മജ്ദൂബികൾ അള്ളാഹുവിന്റെ അടുത്ത് വിലായത്തിന്റെ പദവി ഉള്ളവരാണെങ്കിലും ശരി, അവരെ ഒരു തബറുക്കിന്റെ ശൈഖായി സ്വീകരിക്കാൻ പറ്റൂല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞെടുക്കും. മുമ്പുണ്ടായിരുന്നു ബീരാനൗല, ഒരു മജ്ദൂബെന്നു മൂപ്പര് ചൊല്ലിയത് ഒരു ദിക്റാണ്, കല്ലും മുട്ടി ഇല്ലല്ലാ, എല്ലും മുട്ടി ഇല്ലല്ലാ. അപ്പൊ ഇത് അനുസരിച്ച് മൂപ്പരെ മുരീദന്മാര് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് ഓരോ ഇരുന്നിട്ട് വട്ടം എനിക്ക് കല്ലും മുട്ടി ഇല്ലല്ലാ, എല്ലും മുട്ടി ഇല്ലല്ലാ പറഞ്ഞു. ഇത് ദിക്റ. ഇത് മൂപ്പരുടെ ഹാലത്ത് മൂപ്പരെന്തോ പറഞ്ഞ അല്ലാഹു അലം. അതൊന്നും സ്വീകരിച്ചാണ്ട് നമുക്ക് എന്താക്കാൻ പറ്റുമോ, ദിക്റാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പന്താവൂര് എല്ലാത്തിനും ബുക്ക് ചെയ്തു. അപ്പൊ അതാണ് അതിന്റെ സംഗതി. ശരീഅത്തിന്റെ ലാഹിർ പ്രകാരം മർളിയായ ആളാകണം. ആര്? തബറുക്കിന് ശേഷം. നൂർഷയുടെ തെറ്റുകൾ ഉസ്താദ് വിവരിച്ചതുപോലെ ഹാഫിൽ ഹക്കീം എന്ന വ്യക്തിയുടെ ദിക്റും മറ്റു ഇബാദത്തിലും വളരെ വ്യക്തമായ വല്ല തെറ്റുകളും ഉണ്ടോ? ഹാഫിൽ അബ്ദുൽ ഹക്കീം കുരുവട്ടൂര് ഹക്കീം, അവരെ ത്വരീഖത്തിൽ ദിക്റിലോ എന്തെങ്കിലും വലിയ തെറ്റുണ്ടോ? ദിക്ർ തെറ്റുണ്ടോന്ന് ഞാൻ അറിയില്ല. ഞാൻ ദിക്റിൽ കൂടിയേക്കിട്ടില്ല. അയാളെ വാദഗതികൾ ഒരുപാട് തെറ്റുണ്ട്. അതാണ് അവൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല, അയാൾ പിന്നെ തെരീഖത്ത് പറഞ്ഞു വന്നിട്ടില്ലല്ലോ. പറയണം, തെരീഖത്തും പറഞ്ഞില്ല. അയാളെ ദിക്റും സംഗതി കൂടിയാണ്. അപ്പൊ ദിക്റും സംഗതി കൂടെ നമ്മൾ എന്താക്കാത്തത്, അയാളെ സ്വന്തം പഠിപ്പിച്ച ഉസ്താദടക്കം അയാളുടേതായ പ്രവർത്തനങ്ങളില്ല. അയാൾ പറഞ്ഞ കുറെ സംഗതികൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, അയാൾ മദീനത്ത് ചെന്ന് പറഞ്ഞു ഒരാളല്ല, അവിടെയുള്ള എല്ലാവരും കേട്ടതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ബടെന്ന് വിചാരിച്ച എല്ലാവരും വരുന്നു, ഇവിടുന്ന് സിയാറത്ത് ചെയ്യണം. യഥാർത്ഥത്തിൽ റൗള ബടല്ല, 1500 അടി താഴെയാണ് സുൽത്താന്റെ റൗള നിലനിൽക്കുന്നത്. അവിടെ എല്ലാവർക്കും പോകാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു ഒന്നാ, പിന്നെ അയാൾക്കാകെ 27 അല്ലെങ്കിൽ 30 വയസ്സിന്റെ അത്രേ ഉള്ളൂ. പക്ഷെ 100 ജില്ല ഹജ്ജ് ചെയ്തു അയാൾ പറഞ്ഞു. ഒരു കൊല്ലത്തിൽ എത്ര ഹജ്ജ അല്ലാഹു അലം, ഞാൻ അത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നുപോലെ അയാൾ ഉസ്താദ് പറഞ്ഞു, ഞാനത് തെറ്റാൻ കാരണം എന്റെ ദർസിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സുബുക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്ട് ഇയാൾ നീച്ചു ഉസ്താദിനോടൊന്ന് പറയാൻ നീച്ചു. അങ്ങനെ ഞാൻ സുബുക്ക് നടത്തുമ്പോൾ ഒരു കുട്ടി ആണ് നീച്ചായാലൊന്ന് പറയാൻ നീച്ചാൽ എനിക്കൊരു ഇൻകാറുണ്ടാവില്ല. അപ്പൊ ഉസ്താദ് ഈ വേറെ കുട്ടീനോട് പറഞ്ഞിട്ട് പോയി വെക്കാം. ആ കുട്ടി ആ ഉസ്താദും കൂടെ എൻ്റെ അടുത്ത് വന്നത്. ഈ ഉസ്താദ് പറഞ്ഞാലേ ഞാൻ ഇവനെ പറഞ്ഞയച്ചു. ഇവൻ ചെന്ന് നോക്കുമ്പോൾ അയാൾ പോച്ച് കിടക്കുക.
ഒപ്പം വന്നോട് പറഞ്ഞു കിടക്കാണ്, എന്തെങ്കിലും വല്ല അസുഖം എന്തെങ്കിലും തോന്നിയേക്കും, അപ്പൊ പോയതാവുന്ന മുപ്പത് കരുതേ അതിനങ്ങനെ കഴിഞ്ഞിരുന്നു. പിന്നെ ഇയാൾ ആ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടി കുട്ടീനോട് പറഞ്ഞു, ഞാനേ പെട്ടെന്ന് നീച്ചെന്ന പുസ്തകത്തിന് വിഷമമുണ്ടായിട്ടുണ്ടാവും, ഞാൻ നീച്ചാൻ കാരണം മുഹീദ്ദീൻ ശൈഖ് വന്നാണ്ട് ബഗ്ദാദിക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഇയാളോട് ബഗ്ദാദിക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ബഗ്ദാദ് പോയതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയാണ്, ഞാൻ വന്നോക്കുമ്പോൾ പോച്ച് കിടക്കല്ലേ, പിന്നെ ബഗ്ദാദിലെ അതിനകത്ത്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങളെ ബഗ്ദാദില് പിന്നെ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ റൂഹായിട്ട് പോയതാ, ജസദ് ഇവിടെ തന്നെയായിരുന്നു. മനസ്സിലായി പറഞ്ഞ് ബഗ്ദാദിലേക്ക് ഞാൻ പോയപ്പോൾ ജസദ് പെട്ടുകൊണ്ട് റൂഹായിട്ട് പോയതാണ്. ഇങ്ങനെ തുടങ്ങി കേൾക്കാൻ കഴിയാത്ത ഒരുപാട് സംഗതി. നൂർഷാ തരീഖത്തിന്റെ ഷേഖുമാരുടെ സിൽസില ചെന്നു ചേർന്നത് ഷിയാക്കളുടെ ഇമാമമാരിലേക്കാണ് എന്ന് മറുവിഭാഗം പ്രസിദ്ധീകരണത്തിൽ കണ്ടു. ഇത് ശരിയാണോ? അത് ഞാൻ അറിയില്ല. ഉസ്താദ് പറഞ്ഞതുപോലെ ഇതിൽ പെട്ടുപോയ പല പല സാധുക്കളും ഉണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വല്ല പ്രായോഗിക പരിപാടികളുണ്ടോ? പ്രായോഗിക പരിപാടി, ഏറ്റവും പ്രായോഗിക പരിപാടി നല്ലോണം ദ്വാരക്ക. ഓർക്ക് അവരെ തെറ്റിദ്ധാരണ തീർത്തു വെക്കാൻ പറ്റും വിധത്തില് ചീത്ത പറയലും ആക്ഷേപിക്കലൊന്നും കൂടാതെ സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കും ചെയ്യാം. എല്ലാവരും സത്യത്തിലേക്ക് വന്നോളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞു കൊടുത്തിട്ട് വരാത്ത എത്ര ആൾക്കാരുണ്ട്. എല്ലാവരും നന്നാക്കി എടുക്കാനും കഴിയുന്നതല്ല. കഴിയുമ്പോൾ നമ്മൾ നോക്കുക, അതിനുള്ള മാർഗം നല്ല ഏതില്ലാതെ ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസനത്തിന് ഖുർആൻ പറഞ്ഞ പോലെ നല്ല തന്ത്രപരമായി അവരെ പ്രകോപനപ്പെടുത്താതെ, അവരെ ദേഷ്യപ്പെടുത്താതെ, അവരെ കുറ്റം പറയാതെ ഇസ്ലാമിന്റെ വിശ്വാസം കർമ്മങ്ങളൊക്കെ എന്നതാണ് എന്ന് അവർ മനസ്സിലാക്കി കൊടുത്തിട്ട് നിങ്ങളെ ഈ വിശ്വാസങ്ങളും കർമ്മങ്ങളൊക്കെ അതിനെതിരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കലതിന് വഴിയുള്ളൂ. ഷാദുൽ റാത്തീബിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ആംഗ്യവും ആട്ടവും ദുആയിൽ കൈ വെക്കലും എല്ലാം വ്യത്യസ്തമാണ്. അതിൽ പങ്കെടുക്കുന്നതോ അതുമാതിരി അനുഷ്ഠിക്കുന്നതിൽ വല്ല പിഴവുമുണ്ടോ? അത് മശായിഖിനെ തൊട്ട് വന്ന രീതിയിലുള്ള ദിക്റുകൾ അവർ ക്രമപ്പെടുത്തിയത് അത് അപ്പടി തന്നെ ചൊല്ലണം. അതിൽ ചെല്ലുന്നതിൽ പന്തികേടില്ലെന്നല്ല, അങ്ങനെ ചെല്ലും ചെയ്യാം. അതാണ് നമ്മളെ ഫിഖിന്റെ കിതാബിൽ തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂഫിയാക്കളെ റഖ്സ് തുഹ്ഫയുടെ 10ാം വാല്യത്തിൽ കിതാബു ഷഹാദത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ സൂഫിയാക്കളിൽ ഒരു വിഭാഗം നടത്തുന്ന റഖ്സ് എന്ന ഷാദുലിയാക്കളെ പോലെ അവർക്ക് റഖ്സ് ഉണ്ട്, ഈ ആംഗ്യം കാണിക്കലൊക്കെ. അത് ആ ഷെയ്ഖിൽ നിന്ന് മുത്തസൽസലായി പോകുന്ന രീതിയിലുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവര് സ്വന്തം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നൂർഷക്കാരെ വിമർശിക്കാൻ സമ്മതം ചോദിച്ച ഇ.കെ. ഹസൻ മുസ്ലിയാരെ സീം വലിയുള്ളാഹി അതിൽ നിന്ന് വിലക്കിയിരുന്നു എന്ന് ചിലർ പറയുന്നു. ഇത് ശരിയാണോ? ചിലർ പറഞ്ഞാണ് ശരിയല്ല. ഇ.കെ. ഹസൻ മുസ്ലിയെ വിലക്കിയതായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇ.കെ. ഹസൻ മുസ്ലിയർ മുണ്ടോ? ഇ.കെ. ഹസൻ മുസ്ലിയെ ഇപ്പോൾ അതിന് പറഞ്ഞില്ലേ? അപ്പൊ ഇ.കെ. ഹസൻ അങ്ങനെയൊക്കെ പല വെടിയും പലയിടത്തുനിന്നും വിടും. അതൊന്നും ശരിയൊന്നുമല്ല. കഴിഞ്ഞില്ലേ? പിന്നെ കുരുവട്ടൂർ ഹക്കീം നാട്ടുകാരനാണ് ഞാൻ, SYSന്റെ പ്രവർത്തകനാണ്. എന്നാൽ ഹാഫിൽ പറയുന്നത് AP ഉസ്താദ് എന്നെ ഇപ്പോഴും വിളിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തകർ ആശങ്കയിലാണ്. അത് അയാൾ പറഞ്ഞ് പൊള്ളാക്കാനെന്ന് വൃത്തിയുള്ളൂ. കാരണം മുസാവറാങ്ങളും മുഴുവൻ AP ഉസ്താദ് ഉള്ളറിയില്ല. AP ഉസ്താദിനോട് ഇത് നമ്മൾ നേരെ പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞത്, അങ്ങനെ ഞാൻ പറയണമെങ്കിൽ ഈ മുസാവറാംഗങ്ങളൊക്കെ ഞാൻ വഞ്ചിക്കണ്ടേന്നാ ഉസ്താദ് ചോദിച്ചത്. ഈ കണ്ട മുസാവറാംഗങ്ങളും വഞ്ചിച്ചു കൊണ്ടുവേണ്ടേ ഞാൻ പറയാൻ? അപ്പൊ ഉസ്താദിനെ കുറിച്ച് വിശ്വാസമില്ലാത്തല്ലേ പറഞ്ഞുണ്ടാക്കുന്നത്? ഒന്നുകിൽ അയാൾ പറഞ്ഞുണ്ടാക്കിയത്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞേക്കണേ അത് കൂടുതൽ. ഉസ്താദ് ഒരിക്കലും അങ്ങനെ ചെയ്യൂല. മുസാവറാംഗങ്ങളെ എല്ലാരെയും കൂട്ടിയിട്ട് ഞാനല്ലെങ്കിലേ ഒരു തരീക്കത്തിന് എതിരേരനാണ് എന്ന നിലക്ക് ഞാൻ തന്നെ തീരുമാനിച്ചു, അതിൽ ഞാൻ കൂടണ്ടാണ്. തീരുമാന പ്രഖ്യാപന നേരത്തല്ല, അതിന്റെ മുമ്പ് സ്വകാര്യമായിട്ട് ഈ വിഷയങ്ങളെല്ലാം കൂടി വന്ന് ഏതായപ്പോ സുലൈമാൻ ഉസ്താദ്, ബാവുസ്താദ്, ആ ഉസ്താദിനൊന്നും ഇത്ര പ്രശ്നമായിട്ടില്ല. പിന്നെ
ബഹുമാനപ്പെട്ട എൻ അലി മുസ്ലിയാർ, പിന്നെ കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ, കോട്ടൂർ ഉസ്താദ്, ഇവരെല്ലാം കൂട്ടി വിളിച്ച് അന്ന് സുബഹിക്ക്, അന്ന് 10 മണിക്കാ മുസാവർ നടക്കുന്നത്. ഞാൻ മുസാവർക്ക് പോയി, മുസാവർക്ക് പോയുള്ളൂ. രാവിലത്തിന് ഞാൻ പോയില്ല. എന്നോട് ഇവരെന്നെ പറഞ്ഞു, സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വരണ്ട, കാരണം നിങ്ങൾ പിന്നെ അല്ലെങ്കിലേ ഇതിന് എതിരേരനായതുകൊണ്ട് നിങ്ങൾ വരണ്ട, ഞങ്ങളെല്ലാം കൂടി പോട്ടെ. എന്നിട്ട് ഉസ്താദ് സംസാരിച്ച്, അങ്ങനെ സംസാരിച്ച് ഉസ്താദും കൂടിയിട്ട് ഇത്തിഫാഖ് നിലക്കെടുത്ത് തീരുമാനം, അതിന്റെ പേരിൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടാകണം. ഈ നിലക്ക് ഉസ്താദിനടുത്തൊരു തീരുമാനത്തെ കുറിച്ച് പിന്നീട് പറയാം. ഉസ്താദിന് അതിന് അഭിപ്രായമൊന്നുമില്ല. അബ്ബരെ കൂടി പേടിച്ചിട്ടേ, നമ്മള് പേടിച്ചിട്ടേ ഉസ്താദിനെ ഇനിയും പേരുണ്ടെങ്കിൽ വലിയ പേടിയാ. അത് വല്ല കുഴപ്പമുണ്ടോന്നോ? കന്യാലത്തൊരിക്കത്ത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഒരു പിന്നെ എന്താണ് അതിന്റെ ഒരു ഖലീഫ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ റഹീം സാഹിബിന്റെ നാട്ടിലുള്ള ഖലീഫ, ആ ഖലീഫിന്റെ കഥയും കൂടി കേട്ട് നമ്മൾ നിർത്താം. അയാളിപ്പോ മരിച്ചിട്ടൊരു കൊല്ലം 3-4 കൊല്ലായി. അപ്പൊ അയാളെ അയാൾ മരിക്കാൻ കിടന്നിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കല്ലാതെ മരിക്കണില്ല. ആകെ പൊട്ടി എന്ത് വന്ന് നീര് വന്ന് കാലിന്റെ ചോടെ 2 ബക്കറ്റ് വെച്ചു കൊടുത്ത് നീരിങ്ങനെ ഒലിക്കുകയും. ഇന്നും ആളെ നാട്ടിലോട് ചോദിച്ചാൽ പോയാൽ അറിയാം. എന്നിട്ട് മരിക്കായിട്ട് ഇയാളെ മക്കള് പറഞ്ഞു, നമ്മളെ റഹീം സാഹിബിന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ പരിചയമുണ്ടോ, ഇത് മരിക്കണില്ല, അല്ലെങ്കിൽ ഒന്ന് നിന്നിട്ട് ശരിയാണോ, അല്ലെങ്കിൽ മരിക്കണം, ഈ നിലക്ക് കെടുക്കല്ലേ. അപ്പൊ റൂഹ് അങ്ങനെ പോകൂല, പോണെങ്കിലേ ചേക്കുട്ടിപ്പാപ്പാന്റെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് നോക്കിയ ആൾക്കാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ വെച്ചു. ഞാൻ അങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു. അവസാനം ഇവർ പൂങ്കള എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പിരാന്തന്മാരെ കിട്ടിയിരുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ഏതും കൂടെ ഉള്ള സ്ഥലം, എന്താണ് ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിലെ പൂജാരികൾ 8-9 ആള് ഒരു ദിവസം രാത്രി 9 മണിക്ക് വന്നിട്ട് നേരം വെളുക്കോളം അവിടെ വെച്ച് നടത്തിയ വഴിപാടുകളും വെട്ടുകളും കുത്തുകളും ഒക്കെ, ആടിനെ വെട്ടിപ്പാരലും കോയിനെ വെട്ടിപ്പാരലും ഒക്കെ നടന്നിരുന്നു. ഇതൊക്കെ ഇയാളെ റൂമില് ഇയാളെ ശരീരം മുഴുവൻ നഗ്നമാക്കിയിട്ടിട്ട് ഒരു കോണം മാത്രം കെട്ടിക്കൊടുത്തു. ഈ 9 പാതിരിയാളും മേലെ മുഴുവൻ ഇതൊക്കെ കൂടി തേച്ച്, അവരെ ഈ ഭസ്മങ്ങളൊക്കെ തേച്ച് തുണിയെല്ലാം കഴിച്ചിട്ട് ഒഴിയാനായി അവരും കോണം കെട്ടിയിട്ടാണ് ഇവർ ഈ കർമ്മങ്ങൾ നടത്തിയത്. ആ കർമ്മങ്ങൾ നടത്തി നേരം വെളുക്കാൻ കാലത്ത് 4 മണിക്ക് അയാൾ കോണം കെട്ടി കിടക്കണം. ഈ കോണം കെട്ടിയാൽ കൂടെ ഇയാൾ നിൽക്കുകയും ചെയ്യണം. അവിടെ മുട്ടലും തട്ടലും സംഗതി നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ അടിയിൽ അയാൾ മരിച്ചത്. അപ്പൊ ഈമാന്റെ കോല എങ്ങനെയുണ്ട്? ഇത് പാരാ, ആ തരീക്കത്തിന്റെ മുരീദ് എന്ന് പറഞ്ഞാൽ പോരാ, അയാളാണ് ഈ ഭാഗത്തെ ഖിലാഫത്തുള്ള ആൾ എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. അയാളാണ് ഏക ആളുകളെ റിക്രൂട്ട്മെന്റ് അവിടെ ആ ഭാഗത്ത് നടത്തുന്നത്. ഒരു ഖലീഫക്കുണ്ടായ സംഗതിയാണ്. ഇന്നും ഇത് കണ്ട ആളുകൾ, അനുഭവസ്ഥരായ ആളുകൾ ധാരാളം അവിടെ ഉണ്ട്. ഇതാണ് കന്യാല തരീ. ഓരോ തരീക്കത്തിന് സ്വന്തം ഓരോ ക്ലാസ് നടത്താൻ മുഴുവനേ ഉള്ളൂ. ഞാൻ ഓരോ ഉദാഹരണം പറഞ്ഞുള്ളൂ. കുറ്റിക്കാട്ടൂർ പരിസരത്ത് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ദിക്ർ മജ്ലിസ് നടക്കുന്നു. ദിക്ർ ദുആക്കും നേതൃത്വം കൊടുക്കുന്നത് സ്ത്രീ തന്നെയാണ്, പങ്കെടുക്കുന്നത് സ്ത്രീകളാണ്. ഇത് ശരിയാണോ? സ്ത്രീകൾ വിവിധ കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരുമാണ്. ശൈഖ് എന്താന്ന് നോക്കണ്ടേ? സ്ത്രീകൾ ഒരുമിച്ചുകൂടി ദിക്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ദിക്റെല്ലാം വേണ്ടി അവർ വരുമ്പോ അന്യപുരുഷന്മാരുമായി ഇടകലരാനോ ബന്ധപ്പെടാനോ ഫിത്തനക്കോ വഴിയില്ലാത്ത വിധം ഓല് ഒരുമിച്ച് കൂടാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ നേതൃത്വം കൊടുക്കുന്ന പെണ്ണ് ആരാണ്, അവളെ സ്ഥിതി എന്താണ്, അത് ശരീരത്തേറ്റ് തട്ടിച്ചു വെക്കുക എന്താണ്, അതൊക്കെ വേറെ നോക്കേണ്ടതാണ്. അന്തല്ലതി അല്ലംതനി ലാഭത്തിന ഇല്ലല്ലാ എന്നതുപോലെയുള്ള ദിക്റിന്റെ അർത്ഥം വിശദീകരിച്ചാലും. ഓലത്ത് പാട് ചെല്ലാണ്ടാവും. അങ്ങനെ ദിക്റിനോട് അർത്ഥം പറയാൻ നമുക്ക് വേറെ ഒരു ക്ലാസ് വെക്കാം. അതിലും ഞാൻ പറഞ്ഞ് ഓരോ ശൈഖന്മാരും ഓരോ, ഞാൻ പറഞ്ഞില്ലേ, എല്ലുമുട്ടിയില്ലല്ല കല്ലുമുട്ടിയില്ലല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് അർത്ഥം പറയാനാവും. ഓലെന്തോറും അതിനൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് സൂഫിയാക്കളുടെ ഭാഗത്തു നിന്നുള്ള ദിക്റുകൾ ശരിയായ മുഹക്കത്തായ സൂഫിയാണെന്ന് അറിഞ്ഞാൽ പോലും അതിന്റെ അർത്ഥം എന്താന്ന് ഞമ്മക്കറിയാതെ
നമ്മൾ ചെല്ലാൻ പാടില്ല. തുഹ്ഫയിൽ റിദ്ദത്തിന്റെ ബാബിൽ ഇബ്നു ഹജർ പറയുന്നുണ്ട്. അത് അങ്ങനൊക്കെ അന്തല്ലത്. അതന്നെ പറഞ്ഞേ. അതൊക്കെ ആര് പറഞ്ഞതാണ്? മൂപ്പര് പറഞ്ഞാണോ? മൂപ്പര് പറഞ്ഞിരുന്നോ? അതിനെ മൂപ്പര് പറഞ്ഞ അർത്ഥം അതാ നമ്മൾ സ്വത്തഹാത്ത് അറിയാം. അല്ല, ഊതിന് കുഴപ്പമൊന്നുമില്ല. മൂപ്പര് പറഞ്ഞു ദിക്കറ് നമ്മള് എന്താണല്ലോ അത് ഉദ്ധരിക്കുകയാണല്ലോ, അതിന് കുഴപ്പമില്ല. നമ്മളങ്ങനെ ദിക്കറാക്കുന്നതിനെ കുറിച്ചാ. അല്ല, അർത്ഥം ഞാൻ അതല്ലേ പറഞ്ഞ. ഞങ്ങൾ അർത്ഥം പെടുന്നത് ചോദിച്ചാൽ പറ്റൂല. നിങ്ങളോട് ഹാസായി ചോദിച്ചേക്കാൻ പറഞ്ഞതിന്റെ കാരണം അതൊക്കെ എന്തിൽപ്പെട്ടതാണ്? സ്വത്തഹാത്തിൽപ്പെട്ടാണ്. സ്വത്തഹാത്ത് ലാഹിർ അർത്ഥം മുറാദാവൂല. അമ്മ സ്വത്തഹാത്തുൽ ഔലിയായി പറഞ്ഞിട്ട് കുഫറിന്റെ വാചകം പറഞ്ഞ കാഫിറോ എന്ന് പറഞ്ഞു കൊടുത്ത് അത് പറഞ്ഞെത്തിയതിനു ശേഷം ഇബ്നു ഹജർ പറഞ്ഞു അമ്മ സ്വത്തഹാത്തുൽ ഔലിയായി. അപ്പൊ ഔലിയാക്കന്മാര് പറഞ്ഞ സ്വത്തഹാത്തുകൾ, ആ സ്വത്തഹാത്തിന്റെ അർത്ഥം ലാഹിർ അർത്ഥം മുറാദല്ല. അത് വെക്കാണ്ട് പറ്റൂല. വേറെ അർത്ഥത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥമാണ് ഇപ്പൊ ബാത്തിനിയായ ചില അർത്ഥങ്ങൾ പറയുന്നത്. ഈ അർത്ഥം എന്താണെന്ന് നമുക്ക് തിരിയാതിരുന്നാൽ ആ ദിക്റ് നമ്മൾ ചെല്ലാൻ പറ്റില്ല. ദിക്റ് ചെല്ലാൻ പറ്റില്ല. മൗലൂദിൽ പിന്നെ നമ്മൾ ദിക്റിലല്ല, മൂപ്പിൽ ചെല്ലിയുന്ന ചരിത്രം ഇവിടെ ഉദ്ധരിക്കുകയാണ്. അതിന് കുഴപ്പമില്ല. നമ്മളൊരു ദിക്റാക്കുക, അത് ചെല്ലാൻ പറ്റില്ല. അത് ഉറപ്പില്ല. മൗലൂദ് ഇയാൾ പറഞ്ഞല്ലേ. അതെ, മൗലൂദി എഴുതിയ ആള് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ചെല്ലിയെന്ന്. അത്രയേ ഉള്ളൂ. അത് മൂപ്പര് ചെല്ലിയെന്നോ ഇല്ലെന്ന് നമ്മൾ കേട്ടിട്ട് നമുക്കറിയില്ല. 2 ഇബ്നു ഹജർ തുഹ്ഫയിൽ പറയുന്നത് അതിന്റെ അർത്ഥം അയാളിലേക്ക് ഹവാല ചെയ്താലും ശരി, അതിന്റെ അർത്ഥം മൂപ്പര് അതൊക്കറിയായിരിക്കും, എനിക്കറിയില്ല. എന്നാലും ചെല്ലണ്ടെന്നാണ്. നിനക്ക് ചെല്ലണമെങ്കിൽ അതിന്റെ അർത്ഥവും നിനക്ക് വ്യക്തമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാകണം. എന്നല്ലാതെ ആ ഒലിയ ചെല്ലിയെന്ന അർത്ഥത്തിൽ ഞാനും ഇങ്ങനെ ചെല്ലാണ്, എന്തേന്ന് അതിന്റെ അർത്ഥം അത് എനിക്കറിയില്ല, ഒലിയനറിയും എന്ന് വെച്ചിട്ട് എനിക്ക് ചെല്ലാൻ പാടില്ല എന്നാണ് ഇബ്നു ഹജർ തുഹ്ഫയിൽ പറയുന്നത്. ശംസുൽ ഉലമ തന്നെ. അപ്പൊ അതിനെ നമ്മൾ ദിക്റിലില്ലല്ലോ മൗലൂദില്. മൂപ്പരിങ്ങനെ ചെല്ലിയെന്നു എന്നപ്പോ ഈ മൗലൂദുകാരൻ പറഞ്ഞ് പാടുകയാണ് നമ്മൾ. അതിന് പ്രശ്നമൊന്നുമില്ല. ഹിക്കായത്താണ്. ഹിക്കായത്ത് നമ്മൾ ചെല്ലും വ്യത്യാസമില്ലേ. ഹിക്കായത്ത് പറയുമ്പോ അയാൾ പറഞ്ഞതെന്ന് നമ്മൾ പറയുന്നത്, അതിന് പ്രശ്നമില്ല. നമ്മൾ നേരെ ചെല്ലുമ്പോഴാണ് അങ്ങനെ ദിക്റ് ആൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചെല്ലി കുറഞ്ഞാണ്, അതും പാടില്ല. നമ്മളൊരു ദിക്റായിട്ട് എങ്ങനെ ചെല്ല, അതും പാടില്ല. അത് ചെല്ലണമെങ്കിൽ അതിന്റെ മയന മോഹിമാകാൻ പാടില്ല എന്നൊരു കൈതുണ്ട്. ഇത് മയന മോഹിമാണ്. ശംസുൽ ഉലമ തന്നെ അവസാന കാലത്ത് നൂരിഷാ തരീഖത്തിനെ എതിർക്കേണ്ടതില്ലായിരുന്നു എന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. വസ്തുത എന്ത്? അങ്ങനെ പറഞ്ഞായിട്ട് ഞാനറിയില്ല. ശംസുൽ ഉലമ മരിക്കുന്നത് വരെ ആ വിഷയത്തിൽ നൂരിഷന്റെ എതിർക്കുന്ന വിഷയത്തിൽ എതിർപ്പ് തന്നെ ആയിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായിക്കണമെങ്കിൽ ഈ നൂരിഷക്കാരെല്ലാം കൂടി കുട്ടി കൊഴിച്ചു കണ്ട് അതാവില്ല ഇവിടെ വലിയ പ്രകാരം. നിങ്ങൾ പറയുമ്പോഴപ്പോ ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് സ്ഥാപിച്ചത് നൂരിഷ തങ്ങളാണെന്നും അതിലെ നൂരിയ എന്ന പേര് തങ്ങളെ പ്രതികരിക്കുകയാണെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇത് ശരിയാണോ? അതിന്റെ കുറച്ച് ശരിയുണ്ട്, കുറച്ച് തെറ്റുമുണ്ട്. ശരിയില്ല എന്താന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കോളേജില്ല. അന്ന് ഉപരിപഠനത്തിന് ഒന്നുകിൽ വെല്ലൂർ പോവുക അല്ലെങ്കിൽ ദൈവബന്ധു പോവുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ ബാഫക്ക് തങ്ങൾ മൂപ്പര ഭാഗത്ത് തന്നെയല്ലേ അന്ന് ഷെയ്ഖ് ഹസൻ അതറത്തുള്ള പാപ്പിനിശ്ശേരിയാണ്. അവർ രണ്ടാളും വലിയ ബന്ധമായിരുന്നു. പാപ്പിനിശ്ശേരിയുള്ള മൂപ്പരാണെങ്കിലോ വെല്ലൂർ വാക്കിയാത്ത സ്വലായത്തിൽ പ്രിൻസിപ്പാളാണ്. അപ്പോ ഷെയ്ഖ് ഹസൻ അതറത്തിനോട് മൂപ്പര് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ദർശനത്താം, നമ്മളെ കുട്ടികളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വരും, എത്ര പണിയുണ്ട്, നിങ്ങളൊന്ന് ഇവിടെ നിന്നാൽ ഞമ്മക്ക് ഇവിടെ കോളേജ് ഉണ്ടാക്കിയ ഇവിടെ ദർശനത്തിൽ കൊടുങ്ങൾക്ക്. അങ്ങനെ പറഞ്ഞതാണ് ഇതിന്റെ തുടക്കം. പക്ഷെ മൂപ്പര് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഇതിനു വേണ്ടി ബാഫഖി തങ്ങൾ നല്ല അധ്വാനം നടത്തി. അപ്പൊ അതിന് തലം കിട്ടാൻ നോക്കുമ്പോ കണ്ടെത്തിയത് ബാപ്പുഹാജിനെയാണ്. അയാളും കറാച്ചി പോകുന്ന ആളായിരുന്നു ബാപ്പുഹാജി. അയാൾക്ക് സ്വന്തം കുട്ടികളും മക്കളൊന്നുമില്ല. ഒരുപാട് സ്വത്ത് അയാൾ സമ്പാദിച്ചിട്ടുണ്ട്.
അപ്പൊ അയാൾക്ക് തോന്നുന്നത് നല്ല ആശയാണ്, കുട്ടികളും മക്കളൊന്നുമില്ല, ഞാൻ മരിച്ചാലും എനിക്കൊരു ഹൈറാവട്ടെ എന്ന് കരുതി മൂപ്പര് എന്താക്കി ഇതിന് കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോ മൂപ്പര് എന്തായിരുന്നു നിർബന്ധമായിരുന്നു, ഞാൻ നൂരിശന്റെ പേരിലേക്ക് കൊടുക്കുള്ളൂ. കാരണം ഇയാൾ നൂരിശന്റെ തരിക നേരത്തെ സ്വീകരിച്ച ആളാണ്. നമ്മളാണ് ഈ നൂരിശനെ കുറ്റൊന്നും പറഞ്ഞിട്ടുമില്ല, എതിരുമില്ല. അപ്പൊ നൂരിശന്റെ പേരിൽ ആണ് ഇയാളിത് കൊടുത്തത്. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വന്നപ്പോ ഈക്ക പെട്ടെന്ന് എടുത്തു ചാടാതെ ഇരുന്നതും കാരണത അത് ഈക്കന്നെ പറഞ്ഞു. പട്ടിക്കാട് കോളേജ് മുഴുവൻ അയാളെ കയ്യിലാണ്. അയാളെ കയ്യിൽ നിന്ന് ഈ കോളേജ് ഉണ്ടാക്കി എടുക്കണം, എന്നിട്ടേ ഇപ്പൊ ഈ വിഷയത്തിന് തൊടാൻ പറ്റുള്ളൂ എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് എന്തായി നിന്നിട്ടുണ്ട്. കാരണം അയാളെ കയ്യിൽ നിന്നൊക്കെ മാറ്റിയെടുത്തതിന് ശേഷമാണ് ഇയാളെ തരീഖത്ത് സംബന്ധമായുള്ള സംഗതികളൊക്കെ പുറത്തു പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അയാളെ കയ്യിലാണ്, നമുക്ക് കിട്ടൂല. അപ്പൊ ആ നിലക്ക് ഈ കൈന് കുറെ അധ്വാനം നടത്തി ഡൽഹിയിൽ തന്നെ ഒരു വട്ടം 1-2 വട്ടം പോയി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ബാപ്പുജിക്ക് ഇയാളെ വലിയ വിശ്വാസമല്ലേ, അപ്പൊ ആ നിലക്കാണ് ഇയാളെ പേര് എഴുതി കൊടുത്തത്. ഈ പ്രശ്നമായപ്പോ ഇവന് ബാപ്പുജി മരിക്കുകയും ചെയ്തു. തരീഖത്ത് തെറ്റാണെന്ന് തീരുമാനത്തോഴേക്ക് ബാപ്പുജി വഫാത്തായി. ഇതാണ് എന്നല്ലാതെ അയാളെ കോളേജ് ഉണ്ടാക്കിയൊന്നുമില്ല. ഉണ്ടോന്നൊരു ചോദ്യമുണ്ട്, അത് ഇപ്പൊ പറഞ്ഞതിൽ ഉത്തരം ഉണ്ട്. 40 ദിവസം ഹൈദരാബാദിൽ താമസിച്ച വിഭാഗത്തിൽ ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നോ? ഇല്ല, ആ ജാതിക്കൊന്നും ഈക്ക് കൊണ്ടുപോകില്ല. ഈക്കെന്ന് പറഞ്ഞ ഒരു ആളിനെ റജുലല്ലേ മൂപ്പര്, ആ ജാതിക്കൊന്നും മൂപ്പര് പോകില്ല, മൂപ്പരതിന് കിട്ടൂല. അടുത്ത ചോദ്യം കന്യാല ത്വരീഖത്തും ആലംബരയാണ്, അത് ഉത്തരം പറഞ്ഞു. ഇതാ ഓക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്ത് ഇയാളെ പറ്റി തീരുമാനം വരുന്നതിന്റെ മുമ്പ് തന്നെ, തരീഖത്തിനെ പറ്റി തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന് ദർസ് ഉണ്ടായിരുന്നു മാട്ടൂൽ വലിയ ദർസ് ഉണ്ടായിരുന്നു ഓക്കെ ഉസ്താദ്. അന്ന് അവിടെ ഒരു സമ്മേളനത്തിന് ഇയാൾ കൊണ്ടുവന്നു, ആരെ? നൂരിശനെ. അതിൽ ഈക്കയുണ്ട്. അപ്പൊ ഈക്കെ ഓക്കെ ഉസ്താദിന് ഉസ്താദാണ്, വാക്കയത്തിൽ വെച്ച്. അപ്പൊ ഓക്കെ ഉസ്താദിനോട് ചോദിച്ചു, ഈ നൂരിശാക്ക് വല്ല ഇൽമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ഓക്കെ ഉസ്താദ് നേരെ നമ്മളോട് പറഞ്ഞ ചോദിച്ചപ്പോ ഈക്ക പറഞ്ഞു, എന്തിലുമ് ഒരു ഇൽമുമില്ല, എന്തോ ചില ഉറുദു പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ചില ഉറുദു പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ആരുമായി ആദ്യമേ ആര് കണ്ടിട്ടില്ല എന്നർത്ഥം. ഈ അയാളെ കണ്ടിട്ടില്ല, കാരണം ഇൽമില്ല. അത് ശരി തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞില്ലേ, നേരെ 5 മണിയായി, ഇനി പോകേണ്ട സമയം. എന്നാ ഞങ്ങള് വേഗം പറയും, വേഗം വെച്ച്. എനിക്കറിയില്ല, ഞാനതിന് സനത് പരിശോധിക്കാൻ പോയിട്ടില്ല. നമ്മൾ സനതിലേക്ക് എത്തുന്നതിന് ഇടയ്ക്ക് തന്നെ ശരീഅത്തിന് വിരുദ്ധമായ സംഗതി കണ്ടതാണ് നമ്മൾ തീരുമാനങ്ങൾക്ക് കാരണം. നൂർഷാ തങ്ങൾ തങ്ങളാണോ, ഇവർ ഷഹീദാണോ? ഷഹീദോ? ഷഹീദായ വർത്താൻ എനിക്കറിയില്ല. അത് ശരി, അതായിരിക്കും ഷഹീദായിരിക്കും. തങ്ങളായ പിന്നെ ഷഹീദായി. നമ്മൾ രണ്ടും കൂടി ചോദ്യം തന്നെയാണ്. നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞ ഷഹീദ് പറഞ്ഞതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം സനദ് ശരിയായ പരമ്പരയുടെ റസൂലുള്ളാഹിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിഞ്ഞെങ്കിൽ അത് തീരുമാനിച്ചു പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഖണ്ഡിതമായി പറയാൻ അയാളെ ആ ചരിത്രം എനിക്കറിയില്ല, എന്റെ സനദവും കിട്ടിയിട്ടില്ല. ലക്ഷദ്വീപിലെ ഒരു തെരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രതിപാദിച്ചു. എന്നാൽ പുതുതായി തീരുമാനം എടുത്ത കുന്നത്തേരി തെരീഖത്തിനെ കുറിച്ച് അവരുമായി ബന്ധപ്പെടരുത് എന്നാണ് മുഷാവറ അംഗീകരിച്ചത്. അതിനെക്കുറിച്ച് പിഴവ് എന്താണെന്ന് സൂചിപ്പിച്ചിട്ടില്ല. മുഷാവറ അംഗങ്ങളിൽ തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഈ തരീഖത്ത് അത്തരം പ്രചാരണം നടത്തുന്നു. നേരത്തെ പറഞ്ഞതിൽ തന്നെ അത് നേരത്തെ പറഞ്ഞാൽ അതിൽ പിഴവ് എന്താന്ന് പറഞ്ഞില്ലെങ്കിലും ജമിയത്തുൽ പറയുന്നത് സാധാരണക്കാരോടാണ്. സാധാരണക്കാരോട് ബന്ധപ്പെടുന്നത് പറഞ്ഞാൽ അത്ര വേണ്ടുള്ളൂ. അതിന്റെ കാരണം അവരോട് പറഞ്ഞ ആവശ്യമില്ല. കാരണം പറഞ്ഞാലും സാധാരണക്കാർക്ക് തിരിയില്ല. എന്നാ പല കാരണങ്ങളും ഇതിലുണ്ട്. യഥാർത്ഥത്തിൽ അതിലേക്കൊന്നും എത്താതെ ഈ തീരുമാനം എടുക്കാൻ കാരണം അവിടെ അതിനെക്കുറിച്ച് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ പ്രവർത്തകർ അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞാൽ മതി.
എന്നും പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനം എടുത്തത്. അതിന്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വഹദത്തുൽ വുജൂദ് എന്ന വാദം അവർക്കുണ്ട്. വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ആ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. സൂഫിയാക്കൾ പറഞ്ഞ വഹദത്തുൽ വുജൂദ് ഉണ്ട്, അത് ഇവര് മനസ്സിലാക്കിയ വഹദത്തുൽ വുജൂദ് അല്ല. അതാ ഞാൻ പറഞ്ഞു, അതൊക്കെ പറയുമ്പോ സാധാരണക്കാർക്കും തിരിയില്ല, ചെറുകിട മൗലവിമാർക്കും തിരിയില്ല. എന്താ വഹദത്തുൽ വുജൂദ്? അപ്പൊ കാരണങ്ങൾ അപ്പോഴേക്കും ഈ നാടന്മാർക്ക് കാരണം കിട്ടണം. വലിയ വലിയ ആലിമ്യങ്ങളെ അത് തെറ്റാണ് ബന്ധപ്പെടുക. കാരണം എന്താ? അവര് തെളിവുമ്മ ചില ഇതാ എന്തില്ല എന്നതിന്റെ അർത്ഥം ഉലമാവിന് അംഗീകാരമല്ല, അംഗീകരിക്കണില്ല. ഉലമാവിന്റെ ശുദ്ധത്തിൽ അവർക്ക് സംശയം ഉണ്ടെന്നില്ലേ അർത്ഥം? അല്ലെങ്കിൽ കാരണം പറഞ്ഞു കൊടുത്താൽ എങ്ങനെ തിരിയാ? ഇതിന്റെ കാരണങ്ങളൊക്കെ തിരിയണമെങ്കിൽ അവൻ ആലിമാകണ്ടേ. അപ്പൊ സാധാരണക്കാരുടെ ഭാഗത്തുനിന്ന് ചോദിക്കേണ്ട ചോദ്യമല്ല. അച്ചോദ്യം എന്താ? ആലിമ്യങ്ങൾ അത് തെറ്റാണെന്ന് പറയണുണ്ടോ? ബസ് ഇതാണ്. അത് അവരല്ല, എല്ലാ തരീക്കത്തോടും ഞങ്ങളെപ്പറ്റി ഇങ്ങനെ തീരുമാനിച്ചിരിക്കണം ആരും പറയില്ല. ഇല്ല, അത് അവരും പറയേണ്ട, അല്ലാത്തോടും അങ്ങനെ തന്നെ പറയണത്. ഞങ്ങളെ പറ്റി അങ്ങനെ തീരുമാനമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, പി ഉസ്താദ് എനിക്ക് എപ്പോഴും വിളിക്കലുണ്ട്. സമയം വല്ലാതെ അതിക്രമിച്ചു. ഇനി നമുക്ക് ഒരു 2 മിനിറ്റിന്റെ ഒരു പരിപാടിയും കൂടി ഉണ്ട്. എഴുതാൻ കഴിയാത്ത ഒരാൾ ഒരൊറ്റ ചോദ്യം. ഇനി ചോദ്യം തൽക്കാലം അവസാനിപ്പിക്കുക. ഇത് മാത്രം. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഷേഖ് തൈലീമിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അതിൽ ആ ഗുരു തന്നെ ഇങ്ങനെയുള്ള ഒരു തരീക്കത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഗുരു തന്നെ ക്ഷണിക്കണ തരീക്കത്ത് പഴച്ച തരീക്കത്താണെന്ന് മറ്റ് ആലിമ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായാൽ ഗുരു പറഞ്ഞ തരീക്കത്തിലേക്ക് പോയി കൂടാ. അതുകൊണ്ടല്ലേ സുബുക്കി ഇമാമിന്റെ നേരെ ഗുരുവാണ് ആര്? ഹാഫിദുൽ ദഹബി. ഹാഫിദുൽ ദഹബി തെറ്റിലേക്ക് പോയപ്പോ സുബുക്കി ഇമാമ ഉസ്താദിനെ വിട്ടു. മൂപ്പര് മറ്റു മസാഹിഹുമാരെ കൂടെ കൂടി അയാൾ പഴച്ചതാണ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടു. ഇന്ന് തൽക്കാലം ഇപ്പോൾ നിർത്തുന്നു. നേരെ 5 മണിയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കേട്ടോ പൊരുത്തത്തിലാണ്. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ എല്ലാവരും ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദ് ഒരു വലിയ ആലിമായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് അൽഫിയ ഓതുന്ന അന്ന് മുതലേ എന്റെ കോട്ടൂർ ഉസ്താദ് 2 ആളെ വല്ലാതെ മദഹ് ചെയ്യും. അതിൽപ്പെട്ട ഒരാള് ഇമ്പിച്ചാലി ഉസ്താദും മറ്റൊന്ന് ഉള്ളാൾ തങ്ങളുമാണ്. ഇവർ 2 ആളെയും എന്റെ കോട്ടൂർ ഉസ്താദ് വല്ലാതെ മദഹ് ചെയ്യും. പിന്നെ കോട്ടൂർ ഉസ്താദിനെ കൂടുതൽ ഇമ്പിച്ചാലും മുസ്ലിമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. വിനീതനായി എനിക്കും ആ കാലത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കോട്ടൂർ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുകയാണ്. കാന്തപുരത്തിന്റെ തൊട്ടടുത്ത സ്ഥലമായ അങ്ങാടല്ല, അന്ന് ഞങ്ങൾ നിൽക്കണ ചെമ്പോച്ചറ എസ്റ്റേറ്റ്. അവിടെ നിൽക്കണ കാലത്ത് കോട്ടൂർ ഉസ്താദ് മൂപ്പരെ കാണാൻ പോകും. എന്നെ ചിലപ്പോൾ കിതാബൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കും. കോളിക്കലാണെന്ന് ബഹുമാനപ്പെട്ട് നിൽക്കുന്ന കോളിക്കലാണ്. അപ്പൊ അന്ന് മുതൽ തന്നെ മൂപ്പര് ദർശവും സംഗതിക്കാൻ കേട്ടിട്ടുണ്ട്. വലിയൊരു ആലിമാണ്. പക്ഷെ ആ ആലിമിനെ അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു അനുസ്മരണ അത് നടത്താതെ പോയാൽ വരും തലമുറക്ക് തീരെ അറിയാതെ പോകില്ല. അപ്പൊ അതുകൊണ്ട് മഹാനവരുടെ ഒരു ഉറൂസ് നടത്താൻ കമ്മിറ്റി ധാരണയിലെത്തി. അത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 1 മുതൽക്ക് 5 കൂടിയ ദിവസങ്ങളിൽ മഹാനവരുടെ ഉറൂസ് നടത്താൻ തീരുമാനിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വാക്യത്തോടെ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മൾ ഉദ്ദേശിച്ച വിജയത്തിലേക്ക് എത്തിക്കട്ടെ. നിങ്ങളൊക്കെ അത് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ഈ പരിപാടിയിൽ വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് ഫ്രീ എന്ന് പറഞ്ഞ് മൈക്ക് വിട്ടിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദായിക്ക് പ്രവർത്തകർക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മള ഉസ്താദ് നമ്മളിങ്ങനെ കേൾക്കുമ്പോഴാണ്